ഷോൺ ജോർജ് പറഞ്ഞത് ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരായിട്ടാണ്. ആ മാധ്യമ സ്ഥാപനം എഴുതുന്നതും പറയുന്നതും ഒരു മതത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അഭിപ്രായമാണ് എന്ന ദുർവ്യാഖ്യാനം ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കോൺഗ്രസിനോട് താല്പര്യമുള്ള ചില മാധ്യമങ്ങളും കാണിക്കുന്നുണ്ട്. അങ്ങനെ ദുർവ്യാഖ്യാനം നടത്താൻ പാകത്തിൽ രാഷ്ട്രീയ താല്പര്യം വെച്ച് മതത്തിൻ്റെ പേരിൽ പൊതുവെ അറിയപ്പെടുന്ന ഒരു മാധ്യമത്തെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരായിട്ടാണ് ശ്രീ ഷോൺ ജോർജ് പ്രതികരിച്ചത്. ശ്രീ ഷോൺ ജോർജ് ക്രിസ്ത്യാനി എന്നതിനപ്പുറം കത്തോലിക്ക സമുദായത്തിലെ വലിയൊരു വിശ്വാസിയാണ്. BJPക്കകത്തും ശ്രീ ഷോൺ ജോർജ് സമുദായത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മറ്റു ക്രിസ്ത്യൻ നേതാക്കന്മാരോടൊപ്പം പരിശ്രമിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ പേരിൽ ദുഷ്പ്രചരണം നടത്തുന്ന ഒരു മാധ്യമത്തിനെതിരെയും പ്രതികരിച്ചത് അത് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അത് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം ഷോണിനുണ്ട്. ഷോണ് അദ്ദേഹത്തിൻ്റെ ആ സ്വാതന്ത്ര്യം, ജനാധിപത്യ രീതിയിലുള്ള ആ സ്വാതന്ത്ര്യമാണ് നിർവഹിച്ചിട്ടുള്ളത്. PC ജോർജ് പൂഞ്ഞാറിൽ പൂഞ്ഞാറിലുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ പ്രാദേശികമായിട്ടുള്ള സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയൊരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ എത്ര വട്ടം വേണമെങ്കിലും നിങ്ങൾക്ക് വിശദീകരണം ചോദിക്കാവുന്നതാണ്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം നിങ്ങളോട് വിശദീകരിക്കും. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. PC ജോർജ് സാറ് പറഞ്ഞതിനെ സംബന്ധിച്ച് അദ്ദേഹം അവിടുത്തെ പ്രാദേശിക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അത് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കുക. അതിനെ സംബന്ധിച്ച് പാർട്ടി ഒരു വിശദീകരണം നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. അതേ സമയത്ത് പാർട്ടിയുടെ നിലപാട് സുവ്യക്തമാണ്. അത് ഞാനിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഷോൺ ജോർജ് അങ്ങനെ ആരെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഷോൺ ജോർജ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിമർശനം എന്ന നിലയിൽ വിമർശിക്കുകയായിരുന്നു ഉണ്ടായത്. ആ വിമർശനം നടത്താനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത് മതത്തിന് നേരെയുള്ള വിമർശനമല്ല, അത് സഭയ്ക്ക് നേരെയുള്ള വിമർശനമല്ല, അതൊരു മാധ്യമ സ്ഥാപനത്തിന് നേരെയുള്ള വിമർശനമായിരുന്നു. ആ മാധ്യമ സ്ഥാപനം രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി അതിൽ ലേഖനങ്ങൾ എഴുതിയതും എഡിറ്റോറിയൽ എന്ന പേരിൽ എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിമർശനമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ വിമർശനത്തിന് എല്ലാവർക്കുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് ഷോൺ വിനിയോഗിച്ചത്. അത് അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ സാഹചര്യത്തിൽ അവരുടെ കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് കോൺഗ്രസിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തെ, കത്തോലിക്ക സമൂഹത്തെ വീണ്ടും കോൺഗ്രസിൻ്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ വേണ്ടി ഉള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാഹചര്യമാണ്. ആ സാഹചര്യത്തെയാണ് ഷോൺ വിമർശിച്ചത്. അല്ലല്ലോ, ഞങ്ങൾക്ക് 10,000-കണക്കിന് സഭാ അംഗങ്ങൾ, സഭയുടെ മേലധികാരികൾ ഉൾപ്പെടെ, ബഹുമാന്യരായിട്ടുള്ള മെത്രാന്മാരുൾപ്പെടെയുള്ളവർ BJPയെ അതാത് സ്ഥലങ്ങളിൽ വളരെ ക്രിയാത്മകമായിട്ട് ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട്. ഞങ്ങൾക്ക് കേരളത്തിൽ ആദ്യത്തെ MP-യെ കിട്ടിയതും, ഞങ്ങൾക്ക് കേരളത്തിൽ ആദ്യത്തെ MLA-യെ കിട്ടിയതും, ഞങ്ങൾക്ക് കേരളത്തിൽ ഒരു മേയറെ ജയിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ തിരുവനന്തപുരത്ത് വന്നതും, ഞങ്ങൾക്ക് കേരളത്തിൽ BJPക്ക് നിരവധി സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് വോട്ട് വർദ്ധിപ്പിക്കാനും ഒക്കെ കാരണമായതിൽ ഒരു വലിയ ഘടകം ഇവിടുത്തെ ക്രിസ്ത്യൻ സഭാ വിശ്വാസികളുടെ വോട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അതുകൊണ്ട് അത്തരത്തിലുള്ള അഭിപ്രായമൊന്നും BJPക്കില്ല.